Hi friends, welcome back to my channel Things and Works. ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ള എംബ്രോയിഡറി ബോയ് ആണ്. ഈ ഒരു ബോയിൻ്റെ നമുക്ക് എങ്ങനെ മെഷർമെൻറ്റ് ഒരു ക്ലോത്തിൽ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നും അതിലെങ്ങനെ എംബ്രോയിഡറി ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് പേപ്പർ കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു മെഷർമെൻറ്റ്സിലാണ് നമുക്ക് ക്ലോത്തിലോട്ട് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പേപ്പർ കട്ടിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് 16 സെൻറ്റിമീറ്റർ വീതിയും 30 സെൻറ്റിമീറ്റർ നീളമാണ് ഈ ഒരു പേപ്പറിന് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു ചെറിയൊരു പീസാണ് വേണ്ടത്. ഇത് 5 സെൻറ്റിമീറ്റർ വീതിയും 7 സെൻറ്റിമീറ്റർ നീളമാണ് ഈ ഒരു പീസിന് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആ ബോയിൻ്റെ ടെയില് പോലെ വരുന്ന പോർഷനാണ്. ഇതിപ്പോൾ ഞാൻ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ക്ലോത്തിലോട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് 2 പീസായിട്ട് വരേണ്ടത് എന്നുള്ളത്. ഇത് 15 സെൻറ്റിമീറ്റർ നീളവും പിന്നെ നമ്മൾ ഈ മേലെടുത്തിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ വീതിയുമാണ്. പിന്നെ ഈ ഒരു കുറച്ച് വിട്ട് കൂടിയിട്ടുള്ള ഭാഗം എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു 6.5-7 സെൻറ്റിമീറ്റർ എടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുത്താൽ മതി. ഇങ്ങനെ ഒരു 3 കട്ടിങ്സാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ക്ലോത്താണ്. ക്രീം കളറിലുള്ള ലിനൻ ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് 3 കളറ് ത്രെഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് 3ഉം ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള നമ്മുടെ ബോ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പ് വേണം. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്ലോത്തിലോട്ട് മെഷർമെൻറ്റ്സ് എടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ആ വലിയൊരു പീസാണ് ബോയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് 16 സെൻറ്റിമീറ്റർ വീതിയും 30 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഈ ഒരു സൈസിൽ നമുക്കിത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തായി നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ടത് ഈ ഒരു പോർഷനാണ്. ഇത് ചെയ്യാൻ നേരം നമുക്ക് ആദ്യം ഈ തുണി ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് ഇവിടെ വയ്ക്കുക. ഇവിടെ വെച്ചതിന് ശേഷം നമ്മളിത് കറക്റ്റ് ഈ ഒരു പേപ്പറിൻ്റെ സൈസിൽ ഇതുപോലെ മാർക്ക് ചെയ്യണം. ഇതൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ സൈഡിലും ഇതുപോലെ സെയിം വരയ്ക്കണം. അടുത്തായി നമുക്ക് കട്ട് ചെയ്യേണ്ടത് 5 സെൻറ്റിമീറ്റർ വീതിയും 7 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ ഒരു പീസാണ്. അത് നമുക്ക് ഇതുപോലെ തുണിയിൽ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈനാണ് ഞാൻ നമ്മുടെ ഈ ഒരു ബോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ക്ലോത്തിലോട്ട് ഒരു ട്രേസിങ് പേപ്പർ വെച്ചിട്ട് നമുക്കിത് ട്രേസ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് എംബ്രോയിഡറി ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 2 സൈഡിലും വരച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇത് എംബ്രോയിഡറി ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവറിന് സാറ്റിൻ സ്റ്റിച്ചും ലീഫിന് ഡേസി ലേസും സ്റ്റെംസിന് സ്റ്റെം സ്റ്റിച്ചുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എംബ്രോയിഡറി ചെയ്യുന്ന ആ സ്റ്റിച്ചസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തായി പോകും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റിച്ചസൊക്കെ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയ ഫ്ലവറും ലീഫും എല്ലാം ആണല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത് എല്ലാം തന്നെ 3 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. 2 സൈഡിലും എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പ് അനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്യാം. പിന്നെ ഇതും കട്ട് ചെയ്യാം.
ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തത് ഈ ഒരു പീസായിരുന്നു. ഈ ഒരു പീസിനെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഈ ലെങ്ത്ത് വരുന്നിടത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കട്ട് ചെയ്തത് ഈ ഒരു പീസാണ്, എംബ്രോയ്ഡറി ചെയ്ത പീസ്. ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ ഈ എംബ്രോയ്ഡറി വരുന്ന ഭാഗം ഇങ്ങനെ ആക്കിയിട്ട് നോക്കൂ, എംബ്രോയ്ഡറി വരുന്ന ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ട് നമുക്കൊന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സൈഡ് അതിന് ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഈ സൈഡും ഈ സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളിത് നല്ല ഭാഗമായിട്ട് പിന്നെ മറിക്കാൻ നേരം വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ബാക്കി ഈ വരുന്ന എല്ലാ സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു ചെറിയൊരു പീസാണ്. ഈ ഒരു പീസും നമുക്ക് ഇങ്ങനെ ഈ ഒരു ലെങ്ത്ത് വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 3 പീസും നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ നല്ല ഭാഗം മറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നല്ല ഭാഗം മടക്കിയിട്ട് ഇതുപോലെ വെച്ചിരിക്കുകയാണ് ഇതിനെ 3ൻ്റെയും. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ബാക്ക് സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇങ്ങനെ സെൻറ്ററിലോട്ട് വരുന്ന തരത്തിൽ നമ്മൾ വെക്കുക. പിന്നീട് നമുക്കിതൊരു ബോ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ചുളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്കൊരു ബോ പോലെ കിട്ടും. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സൂചി നൂലും വെച്ചിട്ട് ഇതൊന്ന് തുന്നിക്കൊടുക്കാം. അടുത്തായി നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ ചുളിച്ചിട്ട് കൊടുത്ത പോലെ തന്നെ നമുക്ക് എംബ്രോയ്ഡറി ചെയ്ത ഈ പോർഷനും ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഇതിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. കണ്ടോ? വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന ഒരു ബോയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.